കാത്തിരുന്ന കാനറി വസന്തം ഇതാ ലോകകപ്പിൽ എത്തിക്കഴിഞ്ഞു. ഗ്രൂപ്പ് സിയിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് കരുത്തരായ ബ്രസീൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ തകർത്ത് വിട്ടിരിക്കുന്നു. ഈ തോൽവിയോടെ ഹെയ്ത്തിയുടെ ലോകകപ്പ് പ്രതീക്ഷകൾ പൂർണ്ണമായും അവസാനിച്ചു. മുന്നേറ്റ നിരയിൽ ഇഗോർ തിയാഗോയ്ക്ക് പകരം ആദ്യ ലെവലിലെത്തിയ മത്തേസ് കുഞ്ഞയുടെ ഇരട്ട ഗോളുകളും സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന്റെ ക്ലാസിക് ഫിനിഷിംഗുമാണ് ബ്രസീലിന് വമ്പൻ വിജയം സമ്മാനിച്ചത്. ഇതോടെ മൊറോക്കയെ മറികടന്ന് ബ്രസീൽ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തെത്തി. ആദ്യ മത്സരത്തിലെ 11-ൽ നിന്നും മാറ്റങ്ങളുമായാണ് കോച്ച് ബ്രസീലിനെ ഇറക്കിയത്. ഇഗോർ തിയാഗോയ്ക്ക് പകരം സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം പിടിച്ച മത്തേസ് കുഞ്ഞ് തുടക്കത്തിൽ തന്നെ കളം നിറഞ്ഞു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു സ്ക്രാപ്പി ഓപ്പണറിലൂടെ കുഞ്ഞ് ബ്രസീലിനെ മുന്നിലെത്തിച്ചു. മിനിറ്റുകൾക്കകം താരം തന്റെ 2-ാം ഗോളും നേടി. തുടക്കത്തിലെ തന്നെ 2 ഗോളുകൾക്ക് മുന്നിലെത്തിയതോടെ കളി പൂർണ്ണമായും ബ്രസീലിന്റെ നിയന്ത്രണത്തിലായി. ഹെയ്ത്തി പ്രതിരോധത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 3-ാമത്തെ ഗോൾ നേടിയത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു. ഹെയ്ത്തി ഗോൾ കീപ്പറുമായി 1-on-1 വന്ന അവസരത്തിൽ അതിമനോഹരമായ ഒരു ഫിനിഷിങ്ങിലൂടെ വിനി പന്ത് വലയിലെത്തിച്ചു. ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകൾക്ക് മുന്നിലായ ബ്രസീൽ 2-ാം പകുതിയിൽ കളിയിലെ തീവ്രത അല്പം കുറച്ചു. 2-ാം പകുതിയിൽ ഹെയ്ത്തി തങ്ങളുടെ ഡിഫൻസീവ് ശൈലി 4-4-2 ഫോർമേഷനിലേക്ക് മാറ്റിയതും ബ്രസീൽ കൂടുതൽ ഗോളുകൾക്കായി അമിതമായി ശ്രമിക്കാതിരുന്നതും കാരണം 2-ാം പകുതിയിൽ കൂടുതൽ ഗോളുകൾ വന്നില്ല. ഈ ഒമ്പൻ വിജയത്തോടെ ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ 1-ാം സ്ഥാനത്ത് കുതിച്ചെത്തി. മൊറോക്കയ്ക്കും 4 പോയിന്റ് ഉണ്ടെങ്കിലും മികച്ച ഗോൾ ഡിഫറൻസിന്റെ മികവിലാണ് ബ്രസീൽ ഗ്രൂപ്പിന്റെ തലപ്പത്തെത്തിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.